ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതം ക്ലാസ്സിലേക്ക് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും ഗീതമായി സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 5 ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം. അതിലെ 146 ശ്ലോകം മുതലാണ്. ശ്ലോകാരംഭത്തിന് തൊട്ടു മുമ്പ് നമുക്ക് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ആദിലെ അധ്യായം 5 ശ്ലോകം 146. അദ്വൈത ആചാര്യ നിത്യാനന്ദ ദുയി അംഗ ദുയി ജന ലന പ്രപുര യഥ കിച്ചുരംഗ. ശബ്ദാർത്ഥം: അദ്വൈതാചാര്യൻ നിത്യാനന്ദൻ ദുയി അംഗ രണ്ട് അവയവങ്ങൾ, ദുയി ജനലന അവർ രണ്ടുപേരെയും സ്വീകരിച്ച്, പ്രഭുര ചൈതന്യ മഹാപ്രഭുവിന്റെ യഥ എല്ലാം, കിച്ചു കുറെ, രംഗ ലീലകൾ. വിവർത്തനം: ഭഗവാന്റെ സമഗ്ര ഭാഗങ്ങളായ ശ്രീ അദ്വൈത ആചാര്യനും നിത്യാനന്ദ പ്രഭുവും അവിടുത്തെ മുഖ്യ സഹചാരികളാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെയും കൂടെ അവിടുന്ന് വിവിധ രീതികളിലുള്ള ലീലകൾ നിർവഹിക്കുന്നു. ശ്ലോകം 147. അദ്വൈത ആചാര്യ ഗോസായി സാക്ഷാത് ഈശ്വര പ്രഭു ഗുരു കരിമാനെ കിൻഹോൽ കിങ്കര. അദ്വൈത ആചാര്യ ഗോസായി സാക്ഷാത് ഈശ്വര പ്രഭു ഗുരു കരിമാനെ കിൻഹോത്ത കിങ്കര. അദ്വൈത ആചാര്യ ഗോസായി സാക്ഷാത് ഈശ്വര പ്രഭു ഗുരു കരിമാനെ കിൻഹോത കിങ്കര. ശബ്ദാർത്ഥം: അദ്വൈതാചാര്യൻ, ഗോസായി ഭഗവാൻ, സാക്ഷാത് ഈശ്വരൻ, പ്രഭു ചൈതന്യ മഹാപ്രഭു, ഗുരു കരി മാനെ ഗുരുവായി സ്വീകരിക്കുന്നു, കിൻഹോ ത കിങ്കര പക്ഷെ അദ്ദേഹം ഭൃത്യനാണ്. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാനന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: അദ്വൈത ആചാര്യൻ സാക്ഷാൽ ഭഗവാനാകുന്നു. മഹാപ്രഭു അവിടുന്ന് തന്റെ ഗുരുവായി കരുതുന്നുവെങ്കിലും അദ്വൈതാചാര്യർ മഹാപ്രഭുവിന്റെ ദാസനാണ്. ഭാവാർത്ഥം: അദ്വൈത പ്രഭുവിന് തന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ടായിരുന്നതിനാൽ ശ്രീ ചൈതന്യൻ അവിടുന്ന് പിതൃതുല്യം ബഹുമാനിച്ചു. എങ്കിലും അദ്വൈത പ്രഭു താൻ മഹാപ്രഭുവിന്റെ ഒരു ഭൃത്യനാണെന്ന് എല്ലായ്പ്പോഴും സ്വയം കണക്കാക്കി. അദ്വൈത പ്രഭുവും മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരുവായ ഈശ്വരപുരിയും നിത്യാനന്ദ പ്രഭുവിന്റെ ആധ്യാത്മിക ഗുരു കൂടിയായിരുന്ന മാധവേന്ദ്രപുരിയുടെ ശിഷ്യന്മാരായിരുന്നു. അപ്രകാരം ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക മാതുലൻ എന്ന നിലയിൽ അദ്വൈത പ്രഭു എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടേണ്ടവനായിരുന്നു. കാരണം ഒരുവൻ തന്റെ ആധ്യാത്മിക ഗുരുവിന്റെ ദൈവിക സഹോദരന്മാരെ സ്വന്തം ഗുരുവിനെ പോലെ തന്നെ ബഹുമാനിക്കേണ്ടതാണ്. ഈ പരിഗണനയെല്ലാം വെച്ച് നോക്കിയാൽ അദ്വൈത പ്രഭു ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ ഉപരിസ്ഥാനത്തിൽ ആയിരുന്നു. എങ്കിലും താൻ ശ്രീചൈതന്യന്റെ താഴെയാണെന്ന് അദ്വൈത പ്രഭു സ്വയം കരുതി. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവൈ നമഃ. ശ്രീചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം തദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗുണാതാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജൻ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനരിതാ ശീലതാ വിശാഖാനിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ബുധരെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച
കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മള് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ അധ്യായം 5 ആണ്. ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം എന്ന അധ്യായം ആണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇന്ന് ശ്ലോകം 146 മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ നമുക്ക് നിത്യാനന്ദ പ്രഭു, അദ്ദേഹത്തെ ആചാര്യൻ, ശ്രീവാസ് ഠാക്കൂർ ഇങ്ങനെ തുടങ്ങിയ അവരെ പറ്റിയ ഡിസ്കഷൻ നമ്മൾ ചെയ്തു. അപ്പൊ അതിനുശേഷം ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ അദ്വൈതാചാര്യനെ പറ്റിയും, എസ്പെഷ്യലി നമുക്കറിയാം ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യമാണ്. നിത്യാനന്ദ പ്രഭുവിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഈ അദ്ദേഹത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിത്യാനന്ദ പ്രഭുവിനെ പറ്റിയാണ് ഈ വരുന്ന ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്വൈതാചാര്യനും നിത്യാനന്ദ പ്രഭുവും വലിയൊരു പങ്ക്, അവര് ഒരു മുഖ്യമായിട്ടുള്ള സഹചാരികളാണ് ആക്ച്വലി. അപ്പൊ അവര് രണ്ടുപേരും ഹരിനാമ പ്രചരണത്തിന് വേണ്ടിയിട്ട്, അതായത് അദ്വൈതാചാര്യനാണ് ആക്ച്വലി ഒരു ബാഹ്യമായ ഒരു കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ അവതരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബലരാമൻ തന്നെയാണ്. അപ്പം എങ്ങനെയാണോ കൃഷ്ണ അവതാരത്തിൽ ബലരാമനായിട്ടും രാമാവതാരത്തിൽ ലക്ഷ്മണനായിട്ടും, അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിടെ അവതരിക്കുമ്പോൾ അതേ ബലരാമനും അല്ലെങ്കിൽ ലക്ഷ്മണൻ തന്നെയാണ് ഇവിടെ നിത്യാനന്ദ പ്രഭുവായിട്ടും ഭഗവാന് സേവനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ പ്രചരണാർത്ഥം നമുക്കറിയാൻ സാധിക്കും നിത്യാനന്ദ പ്രഭുവാണ്. നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരുപാട് അധമമായിട്ടുള്ള ആൾക്കാരെ കൂടി പ്രചരണം ചെയ്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രകീർത്തികളെ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈവൻ അധമമായിട്ടുള്ള ആൾക്കാരെ കൂടി പ്രചരണം ചെയ്ത് അവർ ഉദ്ധരിച്ചു. അപ്പം അവരുടെ ലീലകളെ പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് 147 ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത്. അദ്വൈത ആചാര്യൻ സാക്ഷാൽ ഭഗവാനാണ്. നമുക്കറിയാം മഹാവിഷ്ണു തന്നെയാണ് അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ അധ്യായം, അതായത് ആദ്യത്തെ അധ്യായത്തിലെ 12-13 ശ്ലോകത്തിൽ നമുക്ക് വരുന്നുണ്ട്. ആക്ച്വലി അതിനെ പറ്റി ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. ആരാണ് അദ്വൈത ആചാര്യൻ ഉള്ളത്, ആ തത്വത്തിനെ പറ്റി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്വൈത ആചാര്യ എന്ന് പറഞ്ഞത്, അപ്പൊ അതിൽ പറയുന്നത് വെച്ചാൽ ആക്ച്വലി അദ്വൈതൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. അതായത് ഭഗവാനും അദ്വൈതാചാര്യൻ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം അദ്ദേഹം മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ്. അതൊരു ആചാര്യനാണ്. കാരണം എന്താണ്, അദ്ദേഹം ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ് എങ്ങനെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭക്തൻ എങ്ങനെയാണ് പ്രവർത്തനം ചെയ്യേണ്ടതുള്ള കാര്യം. അപ്പം ആ ഒരു ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കറിയാം, അപ്പൊ ഇവിടെ നമ്മൾ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത് ആക്ച്വലി ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛന്റെ പ്രായം അദ്ദേഹത്തിനുണ്ട്. നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അദ്വൈതാചാര്യൻ നമുക്കറിയാം മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് ഈശ്വരപുരി. അപ്പൊ ഈശ്വരപുരിയിൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭു ദീക്ഷ സ്വീകരിച്ചത്. അപ്പം ഇതേ മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായിരുന്നു അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത്. അദ്വൈതാചാര്യൻ നിത്യാനന്ദ പ്രഭു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് ശരിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ ദൈവ സഹോദരൻ അല്ലെങ്കിൽ ഗോഡ് ബ്രദർ ആണ്. കാരണം എന്താണ്, അദ്വൈതാചാര്യന്റെ ഗുരുവാണ് ഈശ്വരപുരി. അപ്പൊ ആ ഈശ്വരപുരിയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവാണ് ഈശ്വരപുരി. അപ്പൊ ഈശ്വരപുരിയും അദ്വൈതാചാര്യനും രണ്ടുപേരും അദ്വൈതപുരിയുടെ ശിഷ്യന്മാരായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഗുരുവിന് തുല്യമാണ്. അല്ലെ, നമ്മൾ ഗുരുവിന്റെ സഹോദരൻ അല്ലെ, ദൈവ സഹോദരന്മാരെ നമ്മൾ എന്താണ്, നമ്മളെ ഗുരുവിന് എത്ര റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നു അതേ റെസ്പെക്ട് അവർക്കും കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ നമുക്ക് ഈ ഭാവാർത്ഥ ഋഷിയുടെ പ്രഭാതം നമുക്ക് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, അദ്വൈതാചാര്യൻ സാക്ഷാൽ ഭഗവാനാണ്. എന്നാലും മഹാപ്രഭു
ആക്ച്വലി അദ്ദേഹത്തിന് ഗുരുവായിട്ട് കരുതുന്നെങ്കിലും അദ്വൈതാചാര്യൻ മഹാപ്രഭുവിന്റെ ദാസനാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം, ഏകയിലെ ഈശ്വര കൃഷ്ണ ആര്യസഭ ഭൃത്യ അല്ലെ? ഒരേ ഒരു ഈശ്വരനുള്ള അതാണ് കൃഷ്ണനാണ്. ബാക്കി എല്ലാവരും അവരുടെ ഭൃത്യന്മാരാണ് അല്ലെങ്കിൽ ദാസനാണെന്നാണ് നമുക്ക് ചൈതന്യ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ഗുരുവിന്റെ ദൈവ സഹോദരൻ ആണെങ്കിൽ കൂടി നമ്മള് ശ്രീ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനായതുകൊണ്ട് അപ്പൊ എന്താണ്, അപ്പം അദ്വൈതാചാര്യൻ എന്താണ്, അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന്റെ ആക്ച്വലി സേവനം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ഭാഗമായിട്ട് അവതരിക്കാനുള്ള ഒരു കാരണം. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ദോ ചൈതന്യ മഹാപ്രഭുവിനെക്കാട്ടും ഒരു ഉപരിസ്ഥാനത്തിലാണ് അദ്വൈത പ്രഭു ഉണ്ടെങ്കിലും അദ്വൈത പ്രഭു എപ്പോഴും പറയുന്നതാണ്, ഞാൻ എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ താഴെയാണെന്ന് അദ്വൈത ആചാര്യൻ എപ്പോഴും കരുതും. കാരണം ഭഗവാൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ് നമുക്കറിയാം. കാരണം ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി അദ്വൈത ആചാര്യൻ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹം സേവനം ചെയ്യുകയാണ് ചെയ്തത്. കാരണം അതാണ് ഇത് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. നമ്മൾ എപ്പോഴും ഇതിലൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ശ്രീല പ്രഭുപാദ് ഭാവത്തിൽ പറയുന്നു, ഒരുവൻ തന്റെ ആധ്യാത്മിക ഗുരുവിന്റെ ദൈവിക സഹോദരന്മാരെ സ്വന്തം ഗുരുവിനെ പോലെ തന്നെ ബഹുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, നമുക്ക് ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിന് പകരം ശീല പ്രഭുപാദ് ആണ് നമ്മുടെ ഫൗണ്ടർ ആചാര്യ അല്ലെ, സംസ്ഥാപക ആചാര്യൻ ശീല പ്രഭുപാദാണ്. അപ്പൊ ശീല പ്രഭുപാദിന്റെ കാലശേഷം പിന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ അവരിൽ പല പല ശിഷ്യന്മാരും ആധ്യാത്മിക ഗുരു എന്ന ആ ഒരു ഉയർന്ന സേവനം ഏറ്റെടുത്തുകൊണ്ട് അവർ ശിഷ്യന്മാര് ദീക്ഷ കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, അപ്പൊ നമുക്ക് അനേകം ആധ്യാത്മിക ഗുരു ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ 80ഓളം ആധ്യാത്മിക ഗുരുവര്യന്മാര് നമുക്ക് ഇന്ന് നിലവിൽ ഇസ്കോണിലുണ്ട്. അപ്പൊ ഈ ആധ്യാത്മിക ഗുരുവര്യന്മാരൊക്കെ നമ്മളെന്താ, നമുക്ക് ഇപ്പം ഒരു വ്യക്തിക്ക് ഒരു ആധ്യാത്മിക ഗുരുവിനോടായിരിക്കും അദ്ദേഹത്തിന് ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്നായിരിക്കും ദീക്ഷ എടുക്കുന്നത് അല്ലേ? അപ്പൊ ആ ദീക്ഷ എടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ബാക്കിയുള്ള ആധ്യാത്മിക ഗുരുവര്യന്മാരെ നമ്മൾ അതേ റെസ്പെക്ട് നമ്മൾ കൊടുക്കണം എന്നാണ് ഇവിടെ ശീല പ്രഭുപാദ് പറയുന്നത്. കാരണം എല്ലാവരും എന്താണ്, കാരണം ബാക്കിയുള്ള എല്ലാവരും അതുപോലെ തന്നെ ആധ്യാത്മിക ഗുരുവിന്റെ ദൈവിക സഹോദരന്മാരായതുകൊണ്ട് നമുക്ക് അതേ റെസ്പെക്ട് കൊടുക്കണം. കാരണം നമ്മൾ അവരിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ ശിക്ഷ നമുക്ക് എടുക്കാം, ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് ദീക്ഷാ ഗുരു എന്ന് പറയുന്നത് എപ്പോഴും ഒന്നായിരിക്കും. പക്ഷെ ശിക്ഷാ ഗുരുക്കൾ എന്ന് പറയുമ്പോൾ അനേകം ഉണ്ടാവാൻ സാധിക്കും. അപ്പൊ അവരെ നമ്മൾ ദീക്ഷാ ഗുരുവിന് കൊടുക്കുന്ന അതേ റെസ്പെക്ട് നമ്മൾ അവരുടെ ദൈവ സഹോദരന്മാരും കൊടുക്കണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ നമുക്ക് ശീല പ്രഭുപാദ് ഈ ഒരു ഭാവർത്തിലൂടെ തരുന്നത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും അതോടെ കാണണം. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ദീക്ഷാ ഗുരുവിനോട് ഒരുപാട് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ അവരോട് ഒരു എക്സ്ട്രാ സ്നേഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്നാലും ബാക്കിയുള്ള ഗുരുവിന് അതേ റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ ഗുരു ഉയർന്നതാണ്, ബാക്കിയുള്ള ഗുരുവര്യന്മാര് ചെറുതാണ്, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ വെക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ശീല പ്രഭുപാദ് പറയും. ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് പോവാം. ശ്ലോകം 148. ആചാര്യ ഗോസ്ഥാനീര തത്വ ന്യായായ കഥന കൃഷ്ണ അവതാരിയേൻഹോ താരീല ഭുവന. ആചാര്യ ഗോസ്ഥാനീര തത്വ ന്യായ കഥന കൃഷ്ണ അവതാരിയേൻഹോ താരീല ഭുവന. ശബ്ദാർത്ഥം: ആചാര്യ ഗോസാനീര അദ്വൈത ആചാര്യന്റെ തത്വ സത്യം, ന്യായായ കഥന വിവരിക്കാനാവില്ല, കൃഷ്ണ ഭഗവാൻ, അവതാരി അവതരിക്കുക, ഏൻഹോ ആര്, താരീര മോചിക്കപ്പെട്ടു, ഭുവന ഭുവനം. വിവർത്തനം: അദ്വൈത ആചാര്യന്റെ തത്വം വിവരിക്കാൻ എനിക്ക് കഴിവില്ല. കൃഷ്ണ ഭഗവാന്റെ പുനരവതാരം സാധ്യമാക്കിക്കൊണ്ട് അവിടുന്ന് ലോകത്തെ മുഴുവൻ മോചിപ്പിച്ചിരിക്കുകയാണ്. ശ്ലോകം 149. നിത്യാനന്ദ സ്വരൂപ പൂർവേ ഹയ്യ ലക്ഷ്മണ ലഘു ഭ്രാത ഹയ്യ കരെ രാമേര സേവന. നിത്യാനന്ദ സ്വരൂപ പൂർവേ ഹയ്യ ലക്ഷ്മണ ലഘു ഭ്രാത ഹയ്യ കരെ രാമേര സേവന. നിത്യാനന്ദ സ്വരൂപ പൂർവേ ഹയ്യ ലക്ഷ്മണ ലഘു ഭ്രാത ഹയ്യ കരെ രാമേര സേവന. ശബ്ദാർത്ഥം: നിത്യാനന്ദ സ്വരൂപൻ, പൂർവേ മുമ്പ്, ഹ ഇയ ആയി തീരുക, ലക്ഷ്മണൻ, ലഘു ഭ്രാത ഹയ്യ ഇളയ സഹോദരനായി, കരെ ചെയ്തു, രാമേര സേവന രാമചന്ദ്രന് സേവനം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭു ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: നിത്യാനന്ദ സ്വരൂപൻ മുമ്പ് ലക്ഷ്മണനായി പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമചന്ദ്രന്റെ ഇളയ സഹോദരൻ എന്ന നിലയിൽ അവിടുന്ന് സേവിക്കുകയും
ചെയ്തിരുന്നു. ഭാവാർത്ഥം: ശങ്കര സമ്പ്രദായത്തിലെ സന്യാസിമാർക്കിടയിൽ ബ്രഹ്മചാരികൾക്ക് വ്യത്യസ്ത നാമധേയങ്ങളുണ്ട്. ഓരോ സന്യാസിക്കും സന്യാസിയുടെ പേരിനനുസരിച്ച് വിവിധ പേരുകളിൽ വിളിക്കപ്പെടുന്ന ബ്രഹ്മചാരികൾ എന്ന് അറിയപ്പെടുന്ന കുറെ സായികളുണ്ട്. അത്തരം ബ്രഹ്മചാരികൾക്ക് ഇടയിൽ സ്വരൂപൻ, ആനന്ദൻ, പ്രകാശൻ, ചൈതന്യൻ എന്നിങ്ങനെ 4 നാമങ്ങളുണ്ട്. നിത്യാനന്ദ പ്രഭു ബ്രഹ്മചാരിയായിരുന്നു. അവിടുന്ന് ഒരിക്കലും സന്യാസം സ്വീകരിച്ചില്ല. ഒരു ബ്രഹ്മചാരി എന്ന നിലയിൽ അവിടുത്തെ നാമം നിത്യാനന്ദ സ്വരൂപൻ എന്നായിരുന്നു. അതുകൊണ്ട് ശങ്കര സമ്പ്രദായത്തിലെ തീർത്ഥ, ആശ്രമ എന്നീ സന്യാസ വിഭാഗത്തിൽപ്പെട്ട ആരുടെയോ കീഴിലായിരിക്കണം അവിടുന്ന് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഈ 2 വിഭാഗങ്ങളിൽ പെടുന്ന സന്യാസിമാരുടെ കീഴിലുള്ള ബ്രഹ്മചാരി സായികളിൽ പെടുന്നതാണ് സ്വരൂപ എന്ന സംജ്ഞ. അപ്പം ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ നമ്മുടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, നമ്മുടെ ഇവിടുത്തെ ഓഥർ, അദ്ദേഹം പറയാണ്, അദ്വൈത ആചാര്യൻ എന്ന് പറഞ്ഞ ആചാര്യൻ, അപ്പൊ അദ്ദേഹത്തിനെ പറ്റി വിവരിക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പം അദ്ദേഹത്തിന്റെ എളിമത്വം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് വേണ്ട ആദ്യത്തെ ക്വാളിറ്റിയാണ് എളിമത്വം അല്ലെങ്കിൽ വിനയത്വം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ കഴിവുകൾ കൊണ്ട് ഒരിക്കലും നമ്മുടെ മുകളിലുള്ള വ്യക്തികളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പറ്റി, അവരുടെ കീർത്തികളെ പറ്റി നമുക്ക് എഴുതാനോ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഓരോ അധ്യായം കഴിയുമ്പോഴും നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രൂപ ഗോസ്വാമിക്ക്, രഘുനാഥ് ഗോസ്വാമിക്കും, അദ്ദേഹത്തിന് ആധ്യാത്മിക ഗുരുവര്യനും ഒക്കെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു ആധ്യാത്മിക ആചാര്യൻ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വൈഷ്ണവ ആചാര്യന്മാരുടെ നമ്മുടെ ഏതൊരു കൃതികൾ എടുത്താലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ എളിമത്വം എന്ന് പറയുന്നത്. കാരണം എളിമത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് ഭഗവാനെ നമുക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം നമ്മൾ ആരുമല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പാണ്ഡിത്യമുണ്ട്, എനിക്ക് പല ശ്ലോകങ്ങൾ ഉദ്ധരിക്കാൻ അറിയാം ഉള്ള ആ ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം കാരണം എളിമത്തുള്ള വ്യക്തിക്ക് മാത്രമാണ് പൂർണ്ണമായിട്ടും ഞാൻ ഒന്നുമേ അല്ല, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാനെ സറണ്ടർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇപ്പൊ എളിമത്വം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എന്തോ കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു വ്യക്തിയുടെ സഹായം ആവശ്യമില്ല എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം ശരിക്കും എളിമത്വം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ച് ഇതിനാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ പറയുന്നത്, അപ്പം കാരണം എന്താണ്, ഇപ്പം വീണ്ടും നമുക്കറിയാം ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തിന് ശേഷം വീണ്ടും അതേ ഭഗവാൻ തന്നെ ചൈതന്യമാരോട് അവതരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ശ്രീ അദ്വൈതാചാര്യനാണ്. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണ ഭഗവാന്റെ പുനരവതാരം സാധ്യമാക്കിക്കൊണ്ട് അവിടുന്ന് ലോകത്തെ മുഴുവൻ മോചിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ആക്ച്വലി അദ്വൈതാചാര്യന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ചൈതന്യമാപ്രഭു ഈ ലോകത്തിൽ അവതരിച്ചത്. അതിന്റെ ഒരു കാരണമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും അദ്വൈത ആചാര്യന്റെ അടുത്ത് കടപ്പെട്ടവരാണ്. അദ്ദേഹത്തിന് കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഹരേ കൃഷ്ണ മന്ത്രം ലഭിച്ചതും ഇന്നും നമുക്ക് പരിശുദ്ധ ഭക്തി നമുക്ക് നേടാൻ വേണ്ടി നമുക്ക് ഭക്തന്മാരുടെ സംഘവും അല്ലെങ്കിൽ നമുക്ക് എന്താണ് കൃഷ്ണൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് പറയുന്നു, 149 ശ്ലോകത്തില് നമുക്കിവിടെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ, നിത്യാനന്ദ സ്വരൂപൻ അല്ലെങ്കിൽ നിത്യാനന്ദ മഹാപ്രഭു എന്ന് പറയുന്നത് മുമ്പ് ലക്ഷ്മണനായിട്ട് രാമാവതാരത്തിൽ ചൈതന്യമാപ്രഭു രാമ അവതാരം എടുത്ത സമയത്ത് രാമചന്ദ്രന്റെ ഇളയ സഹോദരനായിട്ട് ലക്ഷ്മണനായിട്ടാണ് നിത്യാനന്ദ പ്രഭു അവിടെ ഭഗവാനെ സേവിച്ചത്. നമുക്ക് കാണാൻ സാധിക്കും നിത്യാനന്ദ പ്രഭു അല്ലെങ്കിൽ ബലരാം ആ മൂഡ് എന്ന് പറയുന്നത് സേവനമാണ്, സർവീസ് ആറ്റിറ്റ്യൂഡാണ്. അപ്പം എപ്പോഴും സേവനം ചെയ്യാനുള്ള മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും കൃഷ്ണനായിട്ട് അവതരിച്ചപ്പോൾ ബലരാമനായിട്ട് അദ്ദേഹം നമ്മോട് സേവനങ്ങൾ ചെയ്തു. ഈവൻ നമുക്കറിയാം രാമാവതാരത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും രാമന് പല പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും അത് ഇളയ സഹോദരൻ ആയതുകൊണ്ട് രാമൻ എന്ത് പറയുന്നു അത് അദ്ദേഹം അതേപടി സ്വീകരിച്ച് ഈവൻ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ ഇല്ലോ അത് നോക്കാതെ കൂടി ആക്ച്വലി അത് വന്നിട്ട് ഭഗവാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരുന്നു ഇളയ സഹോദരനായിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അടുത്ത അവതാരത്തിൽ അദ്ദേഹം തീരുമാനിച്ചത്, ഞാൻ ഇനി അടുത്ത അവതാരത്തിൽ കൃഷ്ണനായിട്ട് ജനിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായിട്ട് അവതരിക്കില്ല, ഞാൻ എന്തായാലും അതിന്റെ മൂത്ത സഹോദരനായിട്ട് അവതരിക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ ഭഗവാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ദുഃഖം തരുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ അത്
പലപ്പോഴും സീതാമാതാവിന് പല ദുഃഖങ്ങൾ തരുന്ന ആ, കാര്യങ്ങൾ എടുക്കേണ്ടി വന്നാൽ കൂടി, പക്ഷെ അത് രാമചന്ദ്രമൂർത്തി പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് അവിടെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം അടുത്ത ഒരു യുഗത്തിൽ അദ്ദേഹം അവതരിച്ച സമയത്ത് അദ്ദേഹം ഭഗവാന്റെ മൂത്ത സഹോദരനായിട്ട് വന്ന് അവതരിച്ചത്. ആ രീതിയിലാണ് അദ്ദേഹം എപ്പോഴും സേവനം ചെയ്യുന്ന ഒരു മൂഡിലായത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ നിത്യാനന്ദ സ്വരൂപൻ എന്നാണ് നിത്യാനന്ദ പ്രഭുവിനെ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ സ്വരൂപ എന്നുള്ള കാര്യം ശീല പ്രഭുപാദ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, സങ്കര സമ്പ്രദായത്തിലെ സന്യാസിമാർക്കിടയിൽ ബ്രഹ്മചാരികൾക്ക് വ്യത്യസ്ത നാമധേയങ്ങളുണ്ട്. അപ്പൊ അതായത് നമുക്കറിയാം, ഈ സന്യാസിമാരെ നമുക്ക് സന്യാസിമാരായിട്ടുള്ള വ്യക്തികളെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു അസിസ്റ്റന്റ് ആയിട്ട് അവരെ കൂടെ ബ്രഹ്മചാരിമാർ കൂടെ ഉണ്ട്. അപ്പൊ ഓരോ സന്യാസിമാർക്കും അവരുടെ സന്യാസിയുടെ പേരനുസരിച്ചാണ്, സന്യാസിക്ക് ഒരു വിവിധ പേരുണ്ടാവും. അവര് ഏത് സമ്പ്രദായത്തിൽ അവര് ദീക്ഷ സ്വീകരിച്ച അനുസരിച്ച് അവർക്ക് ഭാരതി, അല്ലെങ്കിൽ അവർക്ക് ചൈതന്യ, അങ്ങനെ പല പേരുകളുണ്ടാവും. അതനുസരിച്ച് അവർക്ക് ആഹ് ഭാരതി, സരസ്വതി എന്നൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് അവരെ അസിസ്റ്റ് ചെയ്യുന്ന ബ്രഹ്മചാരികൾക്കും അതനുസരിച്ചുള്ള പേരുകളാണ് അവർക്കുണ്ട്. ആ സായികൾക്കുള്ള പേരും അവരുടെ പേര്, അവരുടെ എൻഡിങ്, അത് മെയിൻ പേരിന്റെ കൂടെയുള്ള എൻഡിങ് ആയിട്ടുള്ള ആ ലാസ്റ്റ് നെയിമിൽ, അതിലൂടെ അവരെ മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഏത് സമ്പ്രദായത്തിൽ നിന്നാണ് അവർ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ബ്രഹ്മചാരികളുടെ ഇടയിലാണ് ഈ സ്വരൂപൻ, അല്ലെങ്കിൽ ആനന്ദൻ, പ്രകാശൻ, ചൈതന്യൻ എന്ന ഇങ്ങനെ 4 നാമധേയങ്ങൾ ഉണ്ട്. അതിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്, നിത്യാനന്ദ പ്രഭു നമുക്ക് കാണാൻ സാധിക്കും ബ്രഹ്മചാരിയായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അപ്പൊ അങ്ങനെ അദ്ദേഹം ബ്രഹ്മചാരി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു സന്യാസി സേവനം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ നാമം നിത്യാനന്ദ സ്വരൂപൻ എന്ന പേരായിരുന്നു. അപ്പം അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ഓഥർ, അല്ലെങ്കിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, അപ്പം അദ്ദേഹം ഒരു വ്യക്തമായിട്ടും അദ്ദേഹത്തിന് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ശങ്കര സമ്പ്രദായത്തിൽ ഉള്ള ആശ്രമത്തിൽ തീർത്ത, അല്ലെങ്കിൽ ആശ്രമ എന്ന സന്യാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കണം അദ്ദേഹം അവിടെ ജീവിച്ചു വന്നത് എന്ന് നമുക്ക് ഊഹിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, സന്യാസിയുടെ കീഴിലുള്ള ബ്രഹ്മചാരികൾക്കാണ് സ്വരൂപ എന്ന പേരുള്ളത് ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്. ശീല പ്രഭുപാദന് ഭാവാർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ശ്ലോകം 160. രാമേര ചരിത്ര സഭ ദുഃഖേര കാരണ സ്വതന്ത്ര ലീലായ ദുഃഖ സഹേന ലക്ഷ്മണ. ശബ്ദാർത്ഥം: രാമേര ചരിത്ര സഭ, ശ്രീരാമന്റെ ചരിത്രം, ദുഃഖേര കാരണ, ദുഃഖത്തിനുള്ള കാരണം, സ്വതന്ത്രനാണെങ്കിലും, ലീലകളിൽ, ദുഃഖം സഹേന ലക്ഷ്മണൻ സഹിച്ചു. വിവർത്തനം: രാമചന്ദ്ര ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം ദുഃഖപൂർണമായിരുന്നു, പക്ഷേ ലക്ഷ്മണൻ പൂർണ്ണ മനസ്സോടെ അവയെല്ലാം സഹിച്ചു. ശ്ലോകം 151. നിഷേധ കരീതേ നാരെ യാഥേ ഛോട്ടാ ഭായി, മൗനധരി രഹേ ലക്ഷ്മണൻ മനെ ദുഃഖ പായി. ശബ്ദാർത്ഥം: നിഷേധ കരീത നാരെ, രാമചന്ദ്ര ഭഗവാനെ നിരോധിക്കാൻ കഴിയാതെ, യാതെ എന്തുകൊണ്ടെന്നാൽ, ഛോട്ടാ ഭായ് ഇളയ സഹോദരൻ, മൗനധരി മൗനിയാകുക, രഹേ കഴിഞ്ഞു, ലക്ഷ്മണൻ മനസ്സിൽ, ദുഃഖം പായ് ലഭിക്കുക. വിവർത്തനം: ഇളയ സഹോദരൻ എന്ന നിലയിൽ അവിടുന്ന് രാമചന്ദ്ര ഭഗവാന്റെ തീരുമാനങ്ങളെ എതിർക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ മനസ്സിന് അസന്തുഷ്ടിയോടെങ്കിലും അവിടുന്ന് നിശബ്ദനായി കഴിഞ്ഞു. ശ്ലോകം 152. കൃഷ്ണ അവതാരെ ജ്യേഷ്ഠ ഹൈര സേവാര കാരണ, കൃഷ്ണ കെ കരായില നാനാസുഖ ആസ്വാദന. ശബ്ദാർത്ഥം: കൃഷ്ണാവതാരത്തിൽ ജ്യേഷ്ഠ സഹോദരനായി തീർന്നു. സേവാര കാരണ, സേവനത്തിനായി, കൃഷ്ണന്റെ കരായില ഉണ്ടാക്കി, നാനാവിധ സുഖം ആസ്വാദനം. വിവർത്തനം: കൃഷ്ണാവതാരത്തിൽ അവിടുന്ന് ബലരാമൻ തനിക്ക് തൃപ്തിയാകുവോളം കൃഷ്ണനെ സേവിക്കുന്നതിനും അവിടുന്ന് എല്ലാവിധ സ്വാധാനങ്ങളും സാധ്യമാക്കുന്നതിനും കൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരനായി ആവിർഭവിച്ചു. ശ്ലോകം 153. രാമലക്ഷ്മണ കൃഷ്ണ രാമേര അംശവിശേഷ അവതാര കാലേ ദോൻഹാതേ പ്രവേശ. രാമലക്ഷ്മണ കൃഷ്ണ രാമേര അംശവിശേഷ അവതാര കാലേ ദോൻഹാതേ പ്രവേശ. രാമലക്ഷ്മണ കൃഷ്ണ രാമേര അംശവിശേഷ അവതാര കാലേ ദോൻഹാതേ പ്രവേശ.
ശബ്ദാർത്ഥം രാമലക്ഷ്മണ, ശ്രീരാമനും ലക്ഷ്മണനും കൃഷ്ണ രാമേര അംശ വിശേഷ, കൃഷ്ണന്റെയും ബലരാമന്റെയും വിശേഷ വിസ്തരണങ്ങൾ അവതാര സമയത്ത് ദോൻഹെ, ഇരുവരുടെയും രാമനും ലക്ഷ്മണനും ദോൻഹാദെ പ്രവേശ, ഇരുവരിലും പ്രവേശിച്ചു കൃഷ്ണനും ബലരാമനും. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം കൃഷ്ണന്റെയും ബലരാമന്റെയും സമഗ്ര വിസ്തരണങ്ങളായ ശ്രീരാമനും ലക്ഷ്മണനും യഥാക്രമം കൃഷ്ണന്റെയും ബലരാമന്റെയും അവതാര സമയത്ത് അവരിൽ പ്രവേശിച്ചു. ഭാവാർത്ഥം രാമൻ വാസുദേവന്റെയും ലക്ഷ്മണൻ സംഘർഷണന്റെയും ഭരതൻ പ്രദ്യുമ്നന്റെയും ശത്രുഘ്നൻ അനിരുദ്ധന്റെയും അവതാരമെന്ന് വിഷ്ണു ധർമ്മോത്തരത്തിലെ ഉദ്ധരണിയോടുകൂടി ലഘുഭാവറാമൃതം പ്രസ്താവിക്കുന്നു. രാമചന്ദ്രൻ നാരായണനാണെന്നും ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ യഥാക്രമം ശേഷനും ചക്രവും ശംഖവും ആണെന്നും പത്മപുരാണം വിവരിക്കുന്നു. സ്കന്ദപുരാണത്തിലെ രാമഗീതയിൽ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ ശ്രീരാമന്റെ സേവ സേവകത്രയങ്ങളിലായി വിവരിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും രാമചന്ദ്ര ഭഗവാന്റെ പ്രവർത്തനങ്ങൾക്ക് ദുഃഖപൂർണമായതുകൊണ്ട് ലക്ഷ്മണൻ എന്ത് സംഭവിച്ചു, അതൊക്കെ പൂർണ്ണമായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തു, അവയെല്ലാം സഹിച്ച് അതിനെ ടോളറേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചപ്പം ഇളയ സഹോദരൻ ആയതുകൊണ്ട് എന്താണ് ജ്യേഷ്ഠൻ പറയുന്നത് അത് കേൾക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ധർമ്മം ആയതുകൊണ്ട് ഇപ്പം രാമചന്ദ്ര ഭഗവാൻ എടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് എതിർക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ അതില് മനസ്സിൽ അസന്തുഷ്ടി ഉണ്ടെങ്കിൽ കൂടി അത് എന്റെ ജ്യേഷ്ഠന്റെ ആജ്ഞയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നിശബ്ദനായിട്ട് ആ ആജ്ഞകളൊക്കെ അദ്ദേഹം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും അദ്ദേഹം കൃഷ്ണാവതാരത്തിൽ അദ്ദേഹം എന്തായി ബലരാമനായിട്ട്, അതിന് ജ്യേഷ്ഠ സഹോദരനായിട്ട് ബലരാമനായിട്ട് അദ്ദേഹം അവതരിക്കുകയും അദ്ദേഹത്തിന്റെ തൃപ്തി അനുസരിച്ച് അദ്ദേഹം സേവനങ്ങൾ ചെയ്യുകയും ചെയ്തു ഭഗവാന്. അപ്പം അതിനുശേഷം ഇതിൽ പറയാണ് കൃഷ്ണന്റെയും ബലരാമന്റെയും സമഗ്ര വിസ്തരണങ്ങളായ ശ്രീരാമനും ലക്ഷ്മണനും യഥാക്രമം കൃഷ്ണന്റെയും ബലരാമന്റെയും അവതാര സമയത്ത് അവരിൽ പ്രവേശിച്ചു. അപ്പം ഇവിടെ പറയാണ് കൃഷ്ണബലരാമന്റെ സമഗ്രമായിട്ടുള്ള വിസ്തരണങ്ങളാണ് ശ്രീരാമനും ലക്ഷ്മണൻ. അപ്പൊ അതേ സമയത്ത് യഥാക്രമം ആ കൃഷ്ണനും ബലരാമനും അവതാര സമയത്ത് അവരിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് നമുക്കറിയാം ഭഗവാന്റെ ചതുർവ്യൂഹ എക്സ്പാൻഷൻസ് അല്ലെ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. അപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ രാമൻ എന്ന് പറയുന്ന വാസുദേവന്റെയും ലക്ഷ്മണൻ സംഘർഷണന്റെയും ഭരതൻ പ്രദ്യുമ്നന്റെയും ശത്രുഘ്നൻ അനിരുദ്ധന്റെയും അവതാരമെന്നാണ് ഇതിൽ പറയുന്നത്. എന്താണ് ലഘുഭാഗവതത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പല റെഫറൻസ് ആണ് ശീല പ്രഭുപാദ് അവിടെ തരുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്മപുരാണത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. അതായത് രാമചന്ദ്രൻ എന്ന് പറയുന്നത് നാരായണനാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നുള്ളവര് ശേഷനും ചക്രവും ശംഖും ആണെന്ന്. കാരണം അവരെന്താണ് ഇവരെല്ലാരെയും ഭഗവാൻ എങ്ങനെ സേവനം ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ബലരാമൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് ശേഷനാഗനായിട്ടാണ് ഭഗവാൻ വിഷ്ണുവായിട്ട് അവതരിക്കുന്ന സമയത്ത് ഭഗവാനെ സേവനം ചെയ്യുന്നത് അല്ലെ. അദ്ദേഹം ഭഗവാന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തയായിട്ടാണ് അവിടെ അനന്തനായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ സ്കന്ദപുരാണത്തിൽ രാമഗീതയിൽ പറയുന്നത് എന്താണ്, ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ എന്ന് പറയുന്നത് ശ്രീരാമന്റെ സേവകത്രയങ്ങളിൽ ആയിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ എപ്പോഴും ഭഗവാന്റെ പാർഷദന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ എക്സ്പാൻഷൻസ് എന്ന് പറയുന്ന വ്യക്തികളും എപ്പോഴും ഭഗവാനെ സേവനം ചെയ്യാം. ആ സേവന മനോഭാവമാണ് ഏറ്റവും അതിലാണ് അവർക്ക് എപ്പോഴും അതിലൂടെയാണ് അവർ ഉന്നതമായിട്ടുള്ള ഭക്തി ചെയ്യുന്നത്. നമുക്കറിയാം നമുക്ക് എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ സേവനം ചെയ്യാം. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എൻജോയ്മെന്റ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിലൂടെ നമ്മൾ എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിന് നമ്മൾ പോവാണ്. അപ്പൊ നമ്മളവിടെ പോയി നമ്മൾ ചിലപ്പോൾ അവിടെ നമുക്കൊരു ഗസ്റ്റ് ആയിട്ടിരിക്കാം അല്ലെങ്കിൽ ഹോസ്റ്റ് ആയിട്ടിരിക്കാം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അല്ലെ. അപ്പൊ നമ്മൾ ഗസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വരും, നമ്മൾ ക്ലാസ് കേൾക്കും, നമ്മൾ അവിടെ കേട്ടു പ്രസ്ഥാനം കഴിച്ച് അങ്ങനെ തിരിച്ചു പോകും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഹോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഗുണം? അപ്പൊ അവിടെ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും സേവനത്തിനുള്ള ഒരു അവസരം അദ്ദേഹം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. കാരണം സേവനത്തിലൂടെയാണ് നമുക്ക് കൂടുതൽ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈവൻ രാധാറാണി ആയാലും ശരി, അല്ലെങ്കിൽ ഭഗവാൻ ബലരാമനായാലും ശരി, അവര് സേവനത്തിന്റെ ആറ്റിറ്റ്യൂഡ്. കാരണം സേവനം ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ പ്ലീസ് ചെയ്യാനുള്ള ഓരോ നിമിഷവുമാണ്. കാരണം നമ്മൾ അത്രത്തോളം സെൽഫ്ലെസ് ആവാണ് ചെയ്യുന്നത് സേവനം ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പം ഒരു പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് അദ്ദേഹം സേവനം ചെയ്യാനുള്ള അവസരം കാണണം. അപ്പം എനിക്ക് എങ്ങനെ അവിടെ തൂത്തു തുറക്കാം,
എങ്ങനെ വരുന്ന വ്യക്തികൾക്ക് അവിടെ അത്രയും വൃത്തിയായിട്ട് അതിനെ, ഇത് ഭഗവാന്റെ അമ്പലമാണ്, അപ്പൊ തൂത്ത് തുടച്ചു കഴിഞ്ഞാൽ വരുന്ന ഭഗവാനും സന്തോഷമാണ്, വരുന്ന ഭക്തന്മാരും സന്തോഷം ഉണ്ടാവും. അതിനുശേഷം അത് എങ്ങനെയാണ് എനിക്ക് ബാക്കി പ്രസാദം നമുക്ക് പ്രസാദം കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രസാദം ഭഗവാൻ നിവേദിക്കാം, അല്ലെങ്കിൽ പൂജ സർവീസ് ചെയ്യാം. അപ്പൊ അങ്ങനെ അനേകം സേവന അവസരങ്ങൾ നമുക്ക് കൃഷ്ണാവധ പ്രസ്ഥാനം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു ഭക്തനാണോ ആ സേവനത്തെ നമ്മൾ ഏറ്റെടുത്ത് സേവനം ചെയ്യാൻ ശ്രമിക്കുന്നത്, അപ്പൊ ആ വ്യക്തിക്കാണ് കൂടുതൽ ഭക്തിയുടെ രുചി നമ്മൾ നുകരുന്നത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ഭക്തിയുടെ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അത് അത്രയും സെൽഫ്ലെസ് ആയിട്ട് ഭഗവാന് സന്തോഷം കൊടുക്കണം, ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കണം എന്ന ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം വെക്കുന്നത്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഭക്തന്മാർ വളർത്തിയെടുക്കുന്നത്. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ വന്ന് പോവും, ക്ലാസ്സുകളിലും തിരിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിക്ക് അഡ്വാൻസ് ചെയ്യാനുള്ള അവസരം അവിടെ ഇല്ല. പക്ഷെ അതേ സമയത്ത് അത് ചിന്തിക്കുകയാണ്, അത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം ഇത് ഞാൻ അമ്പലത്തിൽ വരുമ്പോൾ അപ്പൊ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഭഗവാന് വേണ്ടിയിട്ട്, എന്താണ് എനിക്ക് ഭക്തന്മാർ എനിക്ക് ക്ലാസ് തരുന്നു, ഭക്തന്മാർ എനിക്ക് പ്രസാദം, നല്ല പ്രസാദം തരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ച് ഞാൻ നന്ദി എങ്ങനെയാണ് കാണിക്കുക, എനിക്ക് എങ്ങനെയാണ് അവിടെ അവരെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം, അവരെ അസിസ്റ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ള മൂഡ് ഉള്ളൊരു വ്യക്തിക്കാണ് ഭക്തിയിൽ നമുക്ക് എപ്പോഴും നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആവുന്ന രീതിയിൽ നമ്മളെ കൊണ്ടുള്ള സേവനം ചെയ്യാം. നമുക്ക് എല്ലാം ചില ഫിസിക്കലി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഏത് രീതിയിലാണോ ഒരു ഭക്തനെ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കുക, നമ്മൾ ഏത്, കാരണം അതിനുവേണ്ടി ഭഗവാൻ നമുക്ക് ബുദ്ധി നമുക്ക് തന്നിരിക്കുകയാണ്. ഏത് രീതിയിലും മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടോ ഏത് വഴിയും നമുക്ക് ആ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ശ്ലോകം 154. സൈ അംശ ലന ജ്യേഷ്ഠ കനിഷ്ഠ വിമാന അംശാംശി രൂപേ ശാസ്ത്രേ കരയെ വ്യാഖ്യാന. ശബ്ദാർത്ഥം സൈ അംശ ലന, ആ സമ്പൂർണ്ണ ഭാഗം എടുത്ത്, ജ്യേഷ്ഠ കനിഷ്ഠ അഭിമാന, സ്വയം ജ്യേഷ്ഠനായോ അനുജനായോ പരിഗണിക്കുക. അംശ അംശി രൂപേ, രൂപവിസ്തൃണമായും മൂലപുരുഷനായും, ശാസ്ത്രേ വേദശാസ്ത്രങ്ങളിൽ കരയെ ചെയ്യുന്നു. വ്യാഖ്യാനം, വിശദീകരണം, വിവർത്തനം. കൃഷ്ണനും ബലരാമനും സ്വയം അനുജനും ജ്യേഷ്ഠനുമായി ആവിർഭവിക്കുന്നു. പക്ഷേ ശാസ്ത്രങ്ങളിൽ അവർ ആദിപുരുഷനായും അവിടുത്തെ ആദ്യ വിസ്തരണമായും വിവരിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 155. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരമകരോത് ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സ്വഭവത് പരമപുമാനിയോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ശബ്ദാർത്ഥം, രാമഭഗവാന്റെ അവതാരം തുടങ്ങിയ മൂർത്തിഷു വ്യത്യസ്ത രൂപങ്ങളിൽ കലാനിയമേന സമഗ്ര ഭാഗങ്ങളുടെ ക്രമത്താൽ തിഷ്ഠൻ നിലനിൽക്കുന്ന, നാനാ വിവിധ അവതാരങ്ങൾ അകരോത് നിർവഹിച്ചു, ഭുവനേഷു ലോകങ്ങൾക്കുള്ളിൽ, കിന്തു പക്ഷേ, കൃഷ്ണ ഭഗവാൻ സ്വയം നേരിട്ട്, സമഭവത് ആവിർഭവിച്ചു, പരമ പരമോന്നതനായ പുമാൻ വ്യക്തി, യ ആര്, ഗോവിന്ദ ഭഗവാൻ, ആദിപുരുഷം മൂലവ്യക്തി, തം അദ്ദേഹത്തിന്, അഹം ഞാൻ, ഭജാമി നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. വിവർത്തനം. രാമൻ ആദിയായുള്ള നാനാ അവതാരമൂർത്തികളായും അംശാവതാരങ്ങളായും നിലകൊള്ളുകയും ശ്രീകൃഷ്ണ ഭഗവാനായി തന്നെ സ്വയം രൂപത്തിൽ ആവിർഭവിക്കുകയും ചെയ്യുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭാവാർത്ഥം, ബ്രഹ്മസമിതിയിൽ 5:39 നിന്നുള്ള ഒരു ഉദ്ധരണിയാണിത്. ശ്ലോകം 156. ശ്രീ ചൈതന്യ സൈ കൃഷ്ണ നിത്യാനന്ദ രാമ നിത്യാനന്ദ പൂർണ്ണകരെ ചൈതന്യ രാമ. ശബ്ദാർത്ഥം, ശ്രീ ചൈതന്യൻ, സൈ കൃഷ്ണ ആദിമനായ ആ കൃഷ്ണൻ, നിത്യാനന്ദൻ, ബലരാമൻ, നിത്യാനന്ദൻ, പൂർണ്ണകരെ പൂർത്തീകരിക്കുന്നു, ചൈതന്യേര കാമ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹങ്ങൾ. വിവർത്തനം. ചൈതന്യ മഹാപ്രഭു ആ കൃഷ്ണൻ തന്നെയാണ്. നിത്യാനന്ദ പ്രഭു ബലരാമനും, നിത്യാനന്ദ പ്രഭു ശ്രീ ചൈതന്യന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നു. അപ്പം ഈ ഒരു വിവർത്തനത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, ആരാണോ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചത് അവര് കൃഷ്ണ ബലരാമന്മാർ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിന്റെ റെഫറൻസ് ആണ് ഈ ഒരു ശ്ലോകം 156. നമുക്ക് ഈ ശ്ലോകം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നമ്മള് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു കൃഷ്ണന്റെ ബലരാമന്റെ അവതാരമാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ശ്ലോകം നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം നമ്മൾ ഒരു വ്യക്തിയെടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളൊരു കോടതിയിൽ പോകുന്ന സമയത്ത് ആധികാരികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നുള്ള പല ലോസും നമ്മൾ എടുത്ത് കോട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും വ്യക്തികളടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒപ്പീനിയൻ അല്ല, ഇത് ശാസ്ത്രങ്ങൾ പറയുന്ന കാര്യമാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ
വ്യക്തികൾ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്ലോകങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയും ഭാഗവത്തിലെ പല ശ്ലോകങ്ങളും അതുപോലെ തന്നെ ഈ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് കൃഷ്ണബലരാമന്മാരുടെ അവതാരമാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്ന ഒരു ശ്ലോകമാണ് ഈ ഒരു ശ്ലോകം 156. അപ്പൊ നമുക്കത് മനസ്സിലാക്കി വെക്കാം. എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് റെഫറൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ശ്ലോകം 157. നിത്യാനന്ദ മഹിമ സിന്ധു അനന്ത അപാര ഏകകണ സ്പർശി മാത്ര സൈ കൃപ താൻഹാര. ശബ്ദാർത്ഥം നിത്യാനന്ദ മഹിര, നിത്യാനന്ദന്റെ മഹിമകൾ, സിന്ധു സമുദ്രം, അനന്ത അനന്തം അപാര അളക്കാനാവാത്ത, ഏകകണ ഒരു ഭാഗം, സ്പർശിച്ചു മാത്രം സേ അത് കൃപ കാരുണ്യം, താൻ ഹാര അദ്ദേഹത്തിന്റെ. വിവർത്തനം: നിത്യാനന്ദ പ്രഭുവിന്റെ മഹിമാസാഗരം അനന്തവും ആഴം അളക്കാനാവാത്തതുമാണ്. അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമേ അതിന്റെ ഒരു തുള്ളിയെങ്കിലും എനിക്ക് സ്പർശിക്കാൻ കഴിയൂ. ശ്ലോകം 158. ആരയേകശുന താൻഡ്ര കൃപാര മഹിമ അധമ ജീവേര ചടായില ഊർധ്വസീമ. ശബ്ദാർത്ഥം: ആരാ വേറൊരു ഏക ഒന്ന്, ശുന കേൾക്കുക, താൻഡ്ര കൃപാര മഹിമ അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന്റെ മഹിമ, അധമ ജീവേര അധമ ജീവനെ, ചടായില ഉയർത്തി, ഊർധ്വസീമ ഏറ്റവും ഉന്നതാവസ്ഥയിലേക്ക്. വിവർത്തനം: അവിടുത്തെ കാരുണ്യത്തിന്റെ മറ്റൊരു മഹിമ കേൾക്കൂ. അവിടുന്ന് ഒരു പതീതനായ ജീവസത്തയെ ഏറ്റവും ഉന്നതാവസ്ഥയിലേക്ക് ഉയർത്തി. ശ്ലോകം 159. വേദഗുഹ്യ കഥായി അയോഗ്യ കഹീതേ തഥാപി കഹിയെ താൻഡ കൃപ പ്രകാശിതേ. ശബ്ദാർത്ഥം: വേദങ്ങൾ പോലെ ഗുഹ്യ വളരെ രഹസ്യമായ കഥാ സംഭവം, ഏയ് ഇത്, അയോഗ്യ കഹിതെ വെളിപ്പെടുത്താൻ യോഗ്യമല്ലാത്ത, തഥാപി എന്നിട്ടും, കഹിയെ ഞാൻ പറയുന്നു, താൻഡ അദ്ദേഹത്തിന്റെ കൃപ കാരുണ്യം, പ്രകാശിതെ പ്രകടമാകാൻ. വിവർത്തനം: അത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല, കാരണം അത് വേദങ്ങൾ പോലെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. എങ്കിലും അവിടുത്തെ കാരുണ്യം എല്ലാവരെയും അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെ ഞാൻ അത് പറയാം. ശ്ലോകം 160. ഉല്ലാസ ഉപരി ലേഖോൻ ത്വമാര പ്രസാദ നിത്യാനന്ദ പ്രഭു മോര ക്ഷമ അപരാധ. ശബ്ദാർത്ഥം: ഉല്ലാസ ഉപരി ആനന്ദാതിരേഖത്തിൽ ലേഖോൻ എഴുതുന്നു, ത്വമാര പ്രസാദ അങ്ങയുടെ കാരുണ്യം, നിത്യാനന്ദ പ്രഭു മോര എന്റെ ക്ഷമിക്കുക അപരാധങ്ങൾ. വിവർത്തനം: അല്ലയോ നിത്യാനന്ദ പ്രഭു, അങ്ങയുടെ കാരുണ്യത്തെക്കുറിച്ച് മതിമറന്ന ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ എഴുതുന്നത്. ദയവായി എന്റെ അപരാധങ്ങൾ ക്ഷമിക്കണമേ. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിത്യാനന്ദ പ്രഭുവിന്റെ മഹിമയെ പറ്റിയാണ് ഇനി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ ഈ 160 ശ്ലോകത്തിൽ ഇവിടെ എൻഡ് ചെയ്യാണ്. കാരണം നമുക്ക് 161 മുതൽ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം പിന്നെ ഒരു നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ലീലയെ പറ്റിയാണ് പിന്നെ പറയുന്നത്. ഒരു മീനകേതന രാമദാസ് എന്ന് പറഞ്ഞ ഒരു വൃത്തിനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ആ ലീലകളും അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും, നിത്യാനന്ദ പ്രഭുവിന്റെ മഹിമ എന്ന് പറയുന്നത് ഒരു അനന്തമായിട്ടുള്ള ഒരു സാഗരം പോലെയാണ്. അത് നമുക്ക് ഒരിക്കലും അഴക്കാനാവില്ല. പക്ഷെ എന്നാലും ഇവിടെ കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി അദ്ദേഹം എന്താണ് പറയുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, അതിന്റെ അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ട് മാത്രമാണ് അതിന്റെ ഒരു തുള്ളിയെങ്കിലും അദ്ദേഹത്തിന് സ്പർശിക്കാൻ കഴിയും എന്ന് ആ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനെ പറ്റി എഴുതുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് എന്തൊരു സേവനം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ എളിമത്വം, നമ്മൾ ആ പ്രാർത്ഥനയോടെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇത് എനിക്ക് എന്റെ കഴിവുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ള ചിന്തയോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അങ്ങയുടെ കാരുണ്യം കൊണ്ടും ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടും എനിക്ക് കിട്ടിയതാണെന്നുള്ള ആ നന്ദിയോടെയും എളിമത്വത്തോടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സേവനം തുടർന്ന് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ ഒരു അദ്ദേഹത്തിന് മഹിമയെ പറ്റി വർണ്ണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ വേറൊരു മഹിമയെ കുറിച്ച് പറയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ മഹിമയെ പറ്റി എന്താണ്, വേറൊരു കാര്യം എന്താണ്? കാരണം നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും വലിയ മഹിമ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കാരണം അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ട് ഈവൻ ഒരു ഏറ്റവും പതീതനായ ഒരു ജീവസത്തയെ കൂടി ഉന്നതാവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാരുണ്യത്തിനെ പറ്റിയാണ് ഈ വരുന്ന 160 ശ്ലോകം മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ കാരുണ്യം.
അപ്പം നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശീല പ്രഭുപാദ് അതിന്റെ ലെക്ചേഴ്സിലൊക്കെ പറയാറുണ്ട്, ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാധാറാണിയെ നമ്മൾ സമീപിക്കണം. നമുക്ക് രാധാറാണിയുടെ കാരുണ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ സമീപിച്ച് പ്രാർത്ഥിക്കണം. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിത്യാനന്ദ പ്രഭുവിനെ സമീപിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ആക്ച്വലി ചൈതന്യ മഹാപ്രഭുവിന്റെ രാധാകൃഷ്ണമാരുടെ കാരുണ്യം നമുക്ക് കിട്ടുന്നത് ഉള്ള കാര്യമാണ്. അപ്പൊ ഇവൻ നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ പ്രചരണം ചെയ്യണം എന്നാണ് അടുത്തൊരു ഇതിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത്. അപ്പൊ ആ നിത്യാനന്ദ പ്രഭു ആണ് ഏറ്റവും കാരുണ്യമാണ്. അപ്പൊ എന്താണ്, അപ്പൊ എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ, നമ്മള് പലപ്പോഴും നമ്മൾ പറയുന്നത് ആഹാ പ്രഭു നിത്യാനന്ദ പ്രേമാനന്ദ സുഖി കൃപാബലോ കനാകലോ അമീബോര ദുഃഖി. അപ്പം നമ്മൾ പറയില്ലേ, അപ്പം നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആഹാ പ്രഭു നിത്യാനന്ദ പ്രേമാനന്ദ സുഖി. അപ്പൊ നിത്യാനന്ദ പ്രഭു നിത്യ ആനന്ദ, അദ്ദേഹം എപ്പോഴും ആനന്ദത്തിലാണുള്ളത്. അപ്പൊ അദ്ദേഹം എപ്പോഴും പ്രേമാനന്ദ സുഖത്തിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, അപ്പൊ എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, അപ്പൊ അങ്ങനെ ദുഃഖങ്ങളുള്ള വ്യക്തി എന്താ ചെയ്യേണ്ടത്? ആ നിത്യാനന്ദ പ്രഭുവിനെ ആശ്രയിക്കാനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം നിത്യാനന്ദ പ്രഭു എപ്പോഴും ആനന്ദത്തിൽ ഉള്ളത് കൊണ്ട് ആ നിത്യാനന്ദ പ്രഭുവിന്റെ കാൽപ്പാതകളെ പിന്തുടരുക, അല്ലെ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് എന്താ, നമ്മൾ ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ് ആചാര്യന്മാർ നരോത്തമദാസ് അദ്ദേഹത്തിന്റെ ഒരു സോങ്ങിൽ എഴുതുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്നു. അപ്പം ഇപ്പൊ ആ ഒരു ഇവിടെ നമ്മളെ ഈ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ കാരുണ്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ശരിക്കും അത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ അത് വേദങ്ങൾ പോലെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ കൂടി അത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ഈ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം എന്നാലും അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹം എന്നാലും നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞാൽ മാത്രമാണ് എല്ലാവർക്കും നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം അറിയാൻ സാധിക്കുക, നമ്മളെ പോലത്തെ വ്യക്തികൾക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാരുണ്യത്തിനെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് എല്ലാവർക്കും അത് ഇവന്തോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമാണെങ്കിൽ കൂടി ഈ നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അദ്ദേഹം ആ ഉദ്ദേശത്തോട് മാത്രമാണ് ഇവിടെ ഈ ഈ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ നിത്യാനന്ദ പ്രഭുവിനെ പറ്റി ഇവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഞാൻ വലിയൊരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഞാൻ ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം എഴുതി എന്നുള്ള ആ ഒരു പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടിയല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവസാനമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ അപരാധങ്ങളൊക്കെ ക്ഷമിക്കണമേ, ഞാൻ നിത്യാനന്ദ പ്രഭു അങ്ങയുടെ കാരുണ്യത്തിനെ കുറിച്ച് മതിമറന്ന ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അപരാധങ്ങൾ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് അദ്ദേഹം ഇവിടെ നിത്യാനന്ദ പ്രഭുവിന്റെ ഗ്ലോറീസിനെ അവിടെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആക്ച്വലി എന്താണ് ഒരു മൂഡ്, ഒരു സേവനം ചെയ്യേണ്ട മൂഡ് എന്താണെന്നാണ് ഇവിടെ നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. അപ്പൊ എളുപ്പത്തോടെ നമ്മൾ ആദ്യം അദ്ദേഹത്തിന് പ്രാർത്ഥന സമർപ്പിക്കുക, അവരുടെ കാരുണ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരികയാണെങ്കിൽ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടെ വേണം നമ്മൾ എന്തൊരു സേവനം ചെയ്യാനും ഉള്ള ആ മൂഡാണ് ഇവിടെ നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പഠിപ്പിച്ചിരുന്നത്. അപ്പം നമുക്ക് 120 ശ്ലോകം വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങളെല്ലാം തോന്നുന്നു. അപ്പൊ വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ഇപ്പൊ എല്ലാവരും ഈ നമ്മുടെ ചൈതന്യ ചരിതം ക്ലാസ്സിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. നമുക്കറിയാം ചൈതന്യ ചരിതം എന്ന ഗ്രന്ഥം വളരെ ഉയർന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അത് നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ വായിക്കാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തന്മാരുടെ സംഘത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതാണ് ഭക്തന്മാരുടെ സംഘത്തിന്റെ ഏറ്റവും വലിയൊരു കാരുണ്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും റെഗുലറായിട്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് വരിക. നാളെ നമുക്ക് ഇതിന് ബാക്കിയുള്ള സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ 161 ശ്ലോകം മുതൽ ബാക്കിയുള്ള നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എല്ലാവരും വന്ന് പങ്കെടുക്കുക. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായി നന്ദി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം की जय. श्रील प्रभुपाद की जय. समवेत गौर भक्त वृंद की जय. निताई गौर प्रेमानंद. हरे कृष्ण प्रभु. हरे कृष्ण. हरे कृष्ण. हरे कृष्ण. हरे कृष्ण.